ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനൊരുങ്ങി ബി.ജെ.പി. ആറ്റിങ്ങൽ, തൃശൂർ മണ്ഡലങ്ങൾ ആദ്യ പട്ടികയിലുണ്ടെന്നാണ് വിവരം. തൃശൂരിൽ സുരേഷ് ഗോപിക്കും ആറ്റിങ്ങലിൽ വി. മുരളീധരനും സാധ്യത. കെ. സുരേന്ദ്രൻ മത്സരിക്കില്ലെന്നാണ് വിവരം. എസ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കാലയെ കൂട്ടി കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം. 150 സീറ്റുകളിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ആയി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലും അതിൻ്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും എന്ന് മനസ്സിലാക്കുന്നു. 2 സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം വരാൻ സാധ്യത. ആറ്റിങ്ങലിലും തൃശ്ശൂരുമാണ്. ആറ്റിങ്ങലിൽ ഇതിനോടകം 1ാം ഘട്ട പ്രചരണം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ സ്ഥാനാർത്ഥിയാകും എന്ന് ഏറെക്കുറെ വിവരം പുറത്തു വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പലകുറി അവിടെ പ്രചാരണ രംഗത്ത് ശക്തമായ സാന്നിധ്യമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തിൻ്റെ പേരും വൈകാതെ പ്രഖ്യാപിച്ച് ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ഒരു അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. മറ്റൊന്ന്, മാവേലിക്കരയിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും പാലക്കാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് ഉറപ്പാക്കാനും ബി.ജെ.പി. ലക്ഷ്യമിടുന്നുണ്ട്. വയനാട് സീറ്റ് ബി.ഡി.ജെ.എസിന് വേണ്ട എന്ന് ബി.ഡി.ജെ.എസ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അത് ബി.ജെ.പി. ഏറ്റെടുത്തേക്കും എന്ന് സൂചനകൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു പ്രതികരണം കെ. സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് രാജ്യം പോകുന്നു. പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ ബി.ജെ.പി. രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിൽ കേരളത്തിൽ നിന്നുള്ള 2 സീറ്റുകൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. എസ്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.